വളരെ സന്തോഷം. ഇത്രമാത്രം മാധ്യമ സുഹൃത്തുക്കൾ പയ്യന്നൂരിലേക്ക് തേടി വരാറില്ല ഈ വലിയ പോരാട്ടത്തിൽ. പക്ഷെ ഇപ്രാവശ്യം നല്ല നിലക്ക് മാധ്യമങ്ങൾ ഈ മണ്ഡലത്തെ ശ്രദ്ധിച്ചു. അതിലാദ്യമായിട്ട് നിങ്ങളോട് നന്ദി പറയുക. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ജനങ്ങൾക്കിടയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ ഓടി നടക്കുകയായിരുന്നു. കഠിനമായിട്ടുള്ള വെയിലും അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഇടയിലും ജനങ്ങൾക്കിടയിലായിരുന്നു ഞങ്ങളെല്ലാവരും. വളരെ അഭിമാനകരവും സന്തോഷകരവും ഊർജ്ജസ്വലത നൽകുന്നതുമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ദിവസങ്ങളിലെല്ലാം പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗം വെട്ടിക്കുളം ഉൾപ്പെടെയുള്ള രാമന്തരി പഞ്ചായത്ത് മുതലുള്ള അറബിക്കടൽ മുതലുള്ള അങ്ങ് ചെറുപുഴ പഞ്ചായത്തിൻ്റെ ജോസഗിരി ഉൾപ്പെടെ താബോർ ചട്ടിവയൽ പോലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പശ്ചിമഘട്ട മലനിരകളിൽ കിടക്കുന്ന പ്രദേശം വരെയാണ് ഈ മണ്ഡലം. അവിടെ എല്ലാം ഒരു മനസ്സോടെ ഒരു വാക്ക് പോലും സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കോ മുന്നണിക്കെതിരായിട്ടോ യഥാർത്ഥത്തിൽ ഒരു പ്രതികരണവും ഇവിടെയും ഉണ്ടായില്ല എന്നുള്ളത് എല്ലാ മാധ്യമങ്ങൾക്കും നന്നായിട്ട് അറിയാം. ഞങ്ങളത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും അപൂർവതയുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് കാണുകയാണ്. പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായിട്ടുള്ള വിജയം നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. എന്ത് പ്രചരണങ്ങൾ വന്നാലും ഓരോ ദിവസവും വലിയ ബോംബൊക്കെ പൊട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസുകളായിട്ട് എന്ത് വന്നാലും പയ്യന്നൂരിലെ ജനങ്ങൾക്ക് ഞങ്ങളെല്ലാം അറിയും. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ടറിയാം, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചിട്ടറിയാം, ഞങ്ങളുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും എല്ലാവരുമായി ചേർന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പയ്യന്നൂർ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നായി ചേരുന്ന പല രീതിയിലുള്ള മുഹൂർത്തങ്ങൾക്കും വലിയ കൂട്ടായ്മകൾക്കും എപ്പോഴും അതിന് പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് പയ്യന്നൂർ. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള വലിയ സ്പർദ്ധയോ കാര്യങ്ങളോ ഒന്നും പയ്യന്നൂരിൽ പൊതുവേ ഇല്ല. ആശയപരമായി നയപരമായി നിലപാടുകളിലൊക്കെ വ്യത്യസ്തത ഉണ്ടെങ്കിലും വളരെ സൗഹൃദപരമായിട്ട് തന്നെയാണ് എല്ലാവരുമായിട്ടും ചേർന്ന് ഇടതുപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ തലമുറയും ഇതാണ് ഏറ്റവും വൈകി ഒരു 10 മണിക്ക് ഒരു സ്വീകരണ കേന്ദ്രത്തിൽ എത്തുമ്പോൾ പോലും ആവേശഭരിതരായിട്ടുള്ള ചെറുപ്പക്കാരും ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമുള്ളവർ വരെ 85ഉം 90ഉം ഒക്കെ വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ കാത്തിരിക്കുന്നു കാണാൻ. അത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് കിട്ടുന്ന ഞങ്ങളൊക്കെ ഒരു പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരം. പയ്യന്നൂർ ആ നിലയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഹൃദയത്തിലേറ്റുന്നു വർദ്ധിതമായിട്ടുള്ള വീര്യത്തോടും. ഇതാണ് ഞങ്ങളുടെ അനുഭവം. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. തെരഞ്ഞെടുപ്പ് എപ്പോഴാണ്? മറ്റന്നാൾ. വോട്ടെണ്ണൽ മെയ് 4. ഉജ്ജ്വല വിജയമായിരിക്കും. നിങ്ങളത് നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഗംഭീര വിജയമായിരിക്കും. ജനങ്ങളാകെ നല്ല ആവേശത്തിലാണ്, എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ്. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷം എത്ര കൂടും, എത്ര കിട്ടുന്നൊക്കെ ചോദിക്കുന്നത് എത്രമാത്രം അത് ശരിയാവുന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു മാത്തമാറ്റിക്സ് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഓരോ കാലഘട്ടത്തിലെയും രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റങ്ങളും ചിലപ്പോൾ ഇടർച്ചകളുമെല്ലാം അതിന് വഴിയൊരുക്കുന്നത് രാഷ്ട്രീയ സാഹചര്യം. ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. അത് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ മേൽക്കൈയാണ് കേരളത്തിൽ. അതിൻ്റെ മുന്നേറ്റം പയ്യന്നൂരിൽ അത് ഏറ്റവും വലിയ നിലയിൽ പ്രകടമാവുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് ചിലപ്പോൾ അവരുടെ കൂടെ നടക്കുന്ന ചിലരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കും വ്യാജക്കാട്. ഞങ്ങൾക്കറിയില്ല. ഇതാ നിങ്ങൾ ഈ പറയുന്ന ആപ്പീസ് ഇതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മുക്കും മൂലയിലും കയറാം. എന്തിനാ പയ്യന്നൂരിനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? ഇത് ഞങ്ങൾ മാത്രം ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്, പയ്യന്നൂരിലെ വോട്ടർമാർ മുഴുവനും ആക്ഷേപിക്കുന്നല്ലേ. ഈ നാടിനെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല.
എന്ത് വ്യാജക്കാട് എന്നാണ് പറയുന്നത്? ഞങ്ങൾക്കിതാണോ പണി? ഞങ്ങളല്ലേ നിങ്ങളുടെ മുമ്പിൽ തന്നെയല്ലേ ഈ നാട്ടിലെ ജനങ്ങളുടെ ഈ തെരുവുകളിൽ, ഈ വയലുകളിൽ, ഈ വയൽവരമ്പുകളിൽ, ഓരോ വീടുകളിലൊക്കെയല്ലേ ഞങ്ങളുടെ പ്രവർത്തകർ. 10,000-കണക്കിന് ആളുകൾ രാവും പകലും പണിയെടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമ്പോൾ ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാജക്കാട്? ഞങ്ങൾക്ക് അതിനെപ്പറ്റി പരിചയം പോലുമില്ല. പരിചയമുള്ളവരത് പറയുന്നുണ്ട്. ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആരൊക്കെയാണ് വ്യാജക്കാട് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും വ്യാജക്കാട് രൂപപ്പെടുത്തിയെടുത്തത് എന്നുള്ളതൊക്കെ കേരളത്തിന് അറിയാവുന്നൊരു കാര്യമല്ലേ. അതുകൊണ്ട് തികച്ചും ബാലിശമായ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിതിൽ യാതൊരു താല്പര്യമില്ല. ഇങ്ങനൊരു കാര്യത്തിൽ ഞങ്ങൾ ശരിയായ രീതിയിൽ ജനങ്ങളിൽ ഏറ്റവും വലിയ കോടതി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പയ്യന്നൂർ അങ്ങനെ ഒരു ശീലവുമില്ല. അത് ഞാൻ അടിവരയിട്ടിട്ട് പറയാണ്, പയ്യന്നൂരിൽ ഇങ്ങനെ ഒരു ശീലമേ ഇല്ല. കള്ളവോട്ടും ബൂത്തുപിടുത്തവും പിന്നെ വളരെ മുമ്പേ നടത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വി. കുഞ്ഞികൃഷ്ണൻ പറയുന്നു. അത് അദ്ദേഹം ഇവരുടെ കാലഘട്ടം മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന ഒരു കുറ്റസമ്മതമായിട്ട് എന്താണെന്ന് പറയുന്നത്? ഒറ്റ കാര്യം, നിങ്ങൾ 57 മുതലുള്ള തെരഞ്ഞെടുപ്പുണ്ടല്ലോ പയ്യന്നൂർ, ഒരു പരാതി ഈ പയ്യന്നൂർ മണ്ഡലത്തിലുണ്ടായോ? ഒരു പരാതി, ഒരൊറ്റ പരാതി ബൂത്ത് പിടിച്ചോ അല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും? പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ചിട്ടുള്ള അനുഭവമുണ്ട്. ടീച്ചർക്ക് നന്നായിട്ട് അറിയാം. പാലക്കോട് സ്കൂളിൽ എന്താ അതിൻ്റെ രാഷ്ട്രീയം എന്നുള്ളതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളതിൽ കക്ഷിയല്ല കേട്ടോ. പയ്യന്നൂരിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറയുന്ന ആൾക്കൊക്കെ എന്ത് തെരഞ്ഞെടുപ്പ് പരിചയമാണ്, എന്താണ് അദ്ദേഹമൊക്കെ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നൊക്കെ ഒന്ന് സ്വയം വെരിഫൈ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഉത്തരം അതിൽ തന്നെ കിട്ടും. ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ കൊഞ്ഞനെ കുത്തിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ജനങ്ങൾ നിൽക്കുകയല്ലേ നമ്മുടെ മുമ്പിൽ, അവരല്ലേ വോട്ട് ചെയ്യുന്നത്. അവർ വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തിന് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം നൽകുന്നുള്ളതിൽ നിങ്ങൾക്കും ആർക്കും സംശയമില്ല, ഞങ്ങൾക്ക് സംശയമില്ല, ഈ നാടിനൊരു സംശയമില്ല. വ്യക്തിപരമായ സാമ്പത്തിക ആരോപണങ്ങൾ എന്തും ഈ ഓഫീസ് നിർമ്മാണത്തിൽ ഏതാണ്ട് 70 ലക്ഷം രൂപയാണ് കെട്ടിപ്പോയത്, അതിനകത്ത് പകമാറ്റി പറയുന്നത്, രേഖകളൊക്കെ ബാക്കി രേഖകളൊക്കെയാണ് കാണിക്കുന്നത്. ആ ഒറ്റ കാര്യത്തിലും തന്നെ നമുക്ക് വ്യക്തമായല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽക്ക് ഈ നിമിഷം വരെയും ഓരോ ദിവസവും അതിനു വേണ്ടുന്ന ചില കള്ളക്കഥകൾ മെനയുക, എന്നിട്ട് പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിക്കുക, വീണ്ടും വീണ്ടും ആവർത്തിക്കുക, എന്നിട്ട് ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും തരത്തിൽ നുണ ഉണ്ടാക്കുക, തലേ ദിവസം ഉണ്ടാക്കുക, എന്നിട്ട് പിറ്റേ ദിവസം പറയുക. ഇങ്ങനെ ഈ പയ്യന്നൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി മധുവിനെതിരെ പയ്യന്നൂരിലെ ഓരോ കുട്ടിക്കും അറിയാവുന്ന ആളല്ലേ മധു. ഈ പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്ത് അറിയിച്ചിട്ടും ഇതെല്ലാം കൃത്രിമ രേഖ ഉണ്ടാക്കാണ്. ഇങ്ങനെ ഓരോന്ന് ഇതിപ്പം ഒരു ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇതുപോലത്തെ കണക്കൊക്കെ എഴുതിയിട്ടുണ്ടാക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ട്? ഓരോ ദിവസം ആർക്ക് മനസ്സിലാവും? ഇതെല്ലാം ഓരോന്നിങ്ങനെ എഴുതി ഉണ്ടാക്കുമ്പോൾ എന്തോ രേഖ, ഏത് രേഖ? ഇത്തരത്തിലുള്ള വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് ചമച്ചുണ്ടാക്കി എന്നിട്ട് ഓരോ ദിവസവും പത്രക്കാർക്ക് കൊടുക്കുക. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇത്രയും ബുദ്ധിയില്ലാണ്ടായിപ്പോയല്ലോ എന്നാണ് ഞാൻ കരുതുന്നത്. ഓരോ സ്വർണ്ണാഭരണവും പാരമ്പര്യത്തിന്റെ അഭിമാനം. ഓരോ ഡയമണ്ടും പറയുന്നത് വിശ്വാസത്തിന്റെ കഥ. നിങ്ങളുടെ സ്റ്റൈലിന് പെർഫെക്റ്റ് തിളക്കം. The crown of fine jewelry. Sona Gold Diamonds and Jewelers.